വേലിക്ക് എഴുന്നള്ളിക്കാനുള്ള അവകാശം മൂത്തത് കീഴ്ശാന്തി ആയിരുന്ന മടപ്പള്ളി നമ്പൂതിരിയെ ഏൽപ്പിച്ചു. സംഭവങ്ങൾ ഒന്നും അറിയാതെ മടപ്പള്ളി അത് പൂർണ്ണമനസ്സോടെ സ്വീകരിക്കുകയും ചെയ്തു. മടപ്പള്ളി തിടമ്പുമായി പുറത്തുകടക്കുന്നതിനു പിന്നാലെ മൂത്തത് അവിടെ നിന്നും സ്ഥലം വിടുകയും ചെയ്തു. ഈ സമയം മൂത്തതിനെ വധിക്കാനുള്ള സന്നാഹങ്ങളുമായി ക്ഷേത്രമതിൽ വടക്കുഭാഗത്ത് കാത്തുനിൽക്കുകയായിരുന്നു രാജഭടന്മാർ. ശീവേലി എഴുന്നള്ളത്ത് വടക്കേനടയിൽ എത്തിയപ്പോൾ മൂത്തതാണെന്ന് തെറ്റിദ്ധരിച്ച് മടപ്പള്ളി നമ്പൂതിരിയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഈ വിവരം അറിഞ്ഞ് അലറിയോടി വന്ന അദ്ദേഹത്തിന്റെ പത്നിയായ അന്തർജനം ശ്രീകോവിലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് താൻ പതിവ്രതയാണെങ്കിൽ ഈ കൊടും പാപത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുമെന്ന് ശപിച്ച് താലിമാല വരിച്ചൂരി സോപാനപ്പടിയിൽ തലയിടിച്ച് ആത്മഹത്യ ചെയ്തു. വധിക്കപ്പെട്ട കീശാന്തിയുടെ ആത്മാവ് ഒരു ബ്രഹ്മരക്ഷസായി മാറുകയും ക്ഷേത്രത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. പൂജകൾ മുടങ്ങുന്നതും ക്ഷേത്രത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവായി. പിന്നീട് ബ്രഹ്മരക്ഷസിനെ ആവാഹിച്ച് ക്ഷേത്രമതിലകത്ത് വടക്കേമൂലയിൽ പ്രതിഷ്ഠിച്ചതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആയി.